ഹലോ, ഇന്ന് നമുക്കേ 4 മണിക്ക് കഴിക്കാൻ പറ്റും 4 മണി കടി എന്ന് പറയാം. 4 മണി കടി എന്ന് പറയാനൊക്കത്തില്ല. നമുക്കൊരു സാധനം 4 മണിക്ക് ചായയോടെ കഴിക്കാൻ പറ്റിയ ഒരു സാധനം. അത് എന്തുകൊണ്ട് ഉണ്ടാക്കുന്നറിയാം? നമ്മുടെ സാധാരണ മരച്ചീനി, കപ്പ, ചീനി എന്നൊക്കെ പറയുന്ന സാധനം കൊണ്ട് തന്നെ ഉണ്ടാക്കും. പല സ്ഥലങ്ങളിൽ പല പേര് പറയും. കൊള്ളി, മരച്ചീനി, കപ്പ, ചീനി എന്നൊക്കെ പറയും. ആ ഒരു സാധനമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അത് വളരെ എളുപ്പം ഉണ്ടാക്കാനൊക്കും. ഇച്ചിരി വളരെ എളുപ്പം ഉണ്ടാക്കാൻ ഞാൻ ചെയ്യുമ്പം സമയം വീഡിയോയ്ക്ക് നീളം കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യം പറഞ്ഞു തരുന്ന വീഡിയോയ്ക്ക് നീളം. നമ്മൾ തന്നെ ചെയ്യുമ്പം ഇത്രയും സമയമൊന്നും എടുക്കത്തില്ല. നമുക്ക് എന്നും ബേക്കറിയിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടും കഴിക്കും. നമുക്ക് ബേക്കറി കിട്ടാത്ത ചില സാധനങ്ങൾ വീട്ടിലുണ്ടാക്കാൻ കിട്ടും. അത് നമ്മൾ ഇച്ചിരി ഒന്ന് ശ്രമിക്കാമെങ്കിൽ നമുക്ക് വല്ല വീഡിയോ കിട്ടുന്നെങ്കിൽ അത് ഞാൻ മോഡിഫൈ ചെയ്ത് അങ്ങനോ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടറിഞ്ഞോ, അല്ലെങ്കിൽ നമ്മളൊരിക്കൽ ചെയ്ത് ആരെങ്കിലും ഒക്കെ അതിൻ്റെ വീഡിയോസ് കാണുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതോ അങ്ങനെയായിട്ട് നമുക്ക് ഒത്തിരി സാധനങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെയാണ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണിന്ന്. കപ്പ കൊണ്ട് ഒരു അടിപൊളി ഐറ്റം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ സാധനമാണ്. നമുക്ക് നോക്കാം ഇങ്ങനെ ഇരിക്കുമെന്ന് കഴിച്ചാൽ, ഉണ്ടാക്കി കഴിച്ചാൽ എങ്ങനെ ഇരിക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ഒരു ചീനി എൻ്റെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കുഴയ്ക്കാൻ ചീനി നോർമൽ എടുത്ത് മാറ്റി വെച്ചത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടാക്കി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചീനി എടുത്ത് നമുക്ക് ഇനി ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ആദ്യം ഗ്രേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇതൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നും എങ്ങനെയൊക്കെ ചെയ്യണമെന്നും ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആ ചീനി എല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് പിഴിഞ്ഞെടുക്കണം. നല്ലപോലെ പിഴിഞ്ഞ്, നമ്മൾ സാധാരണ ചീനി തിളപ്പിച്ച് ചൂറ്റുമല്ലോ. അപ്പോൾ ഇത് തിളപ്പിച്ച് ചൂറ്റാനൊക്കത്തുന്നതിന് കട്ടൊക്കെ പോകാൻ വേണ്ടി നല്ലപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. വെള്ളം ഒട്ടും ഇല്ലാത്ത രീതിയിൽ പിഴിഞ്ഞെടുക്കണം. എല്ലാം അതിനകത്തൊക്കെ പിഴിഞ്ഞെടുക്കാം. അത് സാരമില്ല, നമുക്കതൊന്നും പിഴിഞ്ഞെടുക്കുന്നില്ല. ഇതുപോലെ വേണ്ടേ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. ഇത് മുഴുവൻ വേണ്ട. നമ്മളത് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടോ, നല്ല ഡ്രൈ ആയിട്ടിരിപ്പുണ്ട്. അതിൻ്റെ ബാക്കി വന്ന ആ പിഴിഞ്ഞ വെള്ളമാണിത്. ഇത് നമുക്ക് കളയാം. എന്നിട്ട് ഇനി അടുത്ത സാധനത്ത് എന്തൊക്കെ വേണം നമുക്ക് നോക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ലാത്തത് നിങ്ങൾ ചോദിക്കും. അതിന് പ്രത്യേകിച്ച് അളവില്ല. കാരണം നമ്മൾ അതിൻ്റെ അളവ് നോക്കുന്നൊക്കെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഓരോന്നിൻ്റെയും വേണമെന്ന് നമ്മുടെ ഒരു കൈവാങ്ങുന്ന രീതിയിലാണ് ഞാൻ ചേർക്കുന്നത്. അതുപോലെ എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു കുറച്ച് തേങ്ങ, ഒരു 1/4 കപ്പ് തേങ്ങയേ ഉള്ളൂ അത്രയും ചീനിക്ക്. ഇനി നമുക്കിതിനകത്ത് ചേർക്കേണ്ട ശർക്കരയാണ്. എനിക്കിവിടെ അതിൻ്റെ നല്ല മറയൂർ ശർക്കരയുണ്ട്. വേണ്ട, അതിൽ പൊടിയാ സാധനം ഉപയോഗിക്കുന്നത്. ഇപ്പം മറയൂർ ശർക്കര കിട്ടിയാൽ അതാണ് ചേർക്കുന്നത്. നമുക്കതിൽ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര, ചീക, ഇത് ചീക ഇട്ട് കൊടുക്കണം. ചീക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് ആ ശർക്കര ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് മധുരം കുറവാണോ നോക്കണം. ഇച്ചിരി എടുത്ത് നാക്കി വെച്ചപ്പോൾ അറിയാം മധുരം കുറവാണ്. ഉപ്പ് നോക്കുന്നതല്ലേ, ഞാനങ്ങനെ എടുക്കാം. കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ചേർക്കാം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വെള്ളം ചേർക്കാം. പക്ഷേ ശർക്കരയാണ് ടേസ്റ്റ്. നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് വെള്ളം കൂടുതലും തോന്നിയാൽ നമുക്കൊരു ഇച്ചിരി ഗോതമ്പ് പൊടി ചേർക്കാം. നമുക്ക് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് നോക്കാനത്. ശർക്കരയും തേങ്ങ എല്ലാം ആകുമ്പോൾ ഇച്ചിരി വെള്ളമയം വരും അതിന്. ഇപ്പം നമ്മൾ ശർക്കരയൊക്കെ ചേർത്ത് ഞാനതൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊക്കെ ആട്ട, നമ്മൾ റേഷൻ കടയിൽ കിട്ടുന്ന ആട്ടയാണ്. ഇതുകൊണ്ട് ഇച്ചിരി നനവ് പോലുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചാട്ടം, ഒരുപാട് വേണ്ട. ആട്ട വേണ്ട, അരിപ്പൊടി വല്ലതും ചേർക്കാം. ഞാനിവിടെ ആട്ടയാണ് ചേർക്കുന്നത്. നമുക്കൊന്ന് ഇച്ചിരി ചേർത്തതിന് ശേഷം ഒന്ന് കുഴച്ച് നോക്കാം. നോക്കിയിട്ട് വേണമെങ്കിൽ ബാക്കി ചേർത്താൽ മതി. ഒരുപാടങ്ങ് ഗോതമ്പ് ചപ്പാത്തിലൊക്കെ പാകത്തിൽ അത്രയും കുഴയണ്ട. അപ്പോൾ അതെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പരുവത്തിൽ കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 2 ഇല, വാഴയില വാട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇതെന്താ വന്നല്ലോ, നമുക്ക് കപ്പ അട ഇങ്ങനെ നമ്മൾ നോക്കാം. നമ്മൾ സാധാരണ ഇങ്ങനെ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് മടക്കുന്നത്. ഇതിങ്ങനല്ല, ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെച്ചാൽ മതി. ഇങ്ങനെ ചുരുട്ടിയെടുക്കും. ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി നമ്മൾ ആവിക്കകത്ത് പുഴുങ്ങിയെടുക്കണം. പിള്ളേർക്കൊക്കെ ഇങ്ങനെ കൊണ്ടാക്കി കൊടുത്താലേ അവർക്ക് ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെയുള്ള സാധനം ഉണ്ടാക്കുന്നത്. എന്നും ബേക്കറി സാധനം കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർക്കൊക്കെ അതൊരു ഇഷ്ടമാണ്. നമുക്ക് ഇതുപോലെ എല്ലാം ഇതുപോലെ പരത്തിയെടുക്കാം. അതുകൊണ്ട് ഇപ്പം ഞാനെല്ലാം പരത്തിയെന്നല്ല, അത് ആ ഇലക്കകത്ത് വെച്ച് മടക്കിയെടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അട ഉണ്ടാക്കുന്നത്. മറ്റേ അട ഉണ്ടാക്കുന്നതല്ല, വ്യത്യാസമുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് ആവിക്കകത്ത് പുഴുങ്ങിയെടുക്കണം. ഇത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ, അടുപ്പ് വെച്ച് നല്ലപോലെ തിളച്ച് കഴിയുമ്പം അതുവരെ തീ കൂട്ടിയിടാം. അത് കഴിയുമ്പോൾ തീ ഒന്ന് സിമ്മിലേക്ക് ഇട്ട് അതിന് വേവിച്ചെടുക്കണം. കപ്പ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം വേവണം. ഇത് നല്ലപോലെ വെന്തെങ്കിലും വെക്കത്തുള്ളൂ. മറ്റേ അട ഉണ്ടാക്കുന്ന അരിപ്പൊടി പോലല്ല, കപ്പ വെന്ത് വരണം. ഇത് നല്ലപോലെ എളുപ്പം വേവുന്ന കപ്പയാണ്.
വേവാത്ത കപ്പയാണെങ്കിൽ നമുക്ക് ഇച്ചിരി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്താൽ വെക്കും. അപ്പോൾ അതുപോലെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ കപ്പ അട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇതേ നല്ല സൂപ്പർ കപ്പ അട. ഇനി നമുക്ക് എന്താണെന്ന് അറിയാമോ, പിള്ളേരെ വിളിച്ച് അവരോട് ചോദിക്കുക ഇത് എങ്ങനെ ഉണ്ടെന്ന്. വന്നല്ലോ പരമാല. എന്തുവാ ഇതൊരു പ്രത്യേക സാധനമാണ്. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് ചൂടുണ്ട്. അപ്പം തരാം, ഒന്ന് ആറിക്കോട്ടെ. ഇതാ ഒരു സ്പെഷ്യൽ സാധനമാണ്. നിനക്ക് 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി തരണം വെച്ചാൽ എനിക്ക് ഇച്ചിരി അതിൻ്റെ ഒരു ഇച്ചിരി ചെറിയ പരിപാടി വന്നുകൊണ്ട് എനിക്കത് ചെയ്ത് തീർക്കാൻ പറ്റിയ സമയത്ത് അതുകൊണ്ട് ഒരു 1.5 മണിക്കൂർ ഞാൻ ലേറ്റ് ആക്കിയിട്ടുണ്ട്. നീ കഴിച്ചു ചായ കുടിച്ചു കാണുമല്ലോ. അപ്പം ഇനി ഒന്ന് കഴിച്ചു നോക്കട്ടെ, അതിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞേ. ചൂടാ തേനുണ്ടോ? തേൻ എന്തിന്? തേനിന്റെ ഫീൽ. തേനിന്റെ ഫീലോ? ചൂടില്ല. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. എന്തുണ്ടാവാൻ, നല്ല ടേസ്റ്റ് ഉണ്ട്. പാല് വീന്നടിക്കും കിടന്നുണ്ട്. ചുമ്മാ കഴിച്ചാൽ പറയാം, കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയണം. എന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് അതിന് ഒട്ടും ഇഷ്ടപ്പെട്ട ഇഷ്ടമില്ല. വെളിയിന്ന് മധുരമുണ്ട്, അകത്തുനിന്ന് മധുരം ഇല്ല. എന്താ അങ്ങനെ? അകത്ത് പുരട്ടിയിട്ടില്ല. അകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? എടാ ഇത് അകത്ത് വെക്കുന്ന സാധനമല്ല, ഇതെല്ലാം അകത്തും പുറത്തെല്ലാം ഒരുപോലുള്ള സാധനമാണ്. ഇത് അങ്ങനെ തുറക്കുന്ന അട പോലെ തുറക്കുന്ന സാധനമല്ല. നീ നോക്ക് കഴിച്ചിട്ട് എങ്ങനെയെന്ന് പറ. മധുരം ഇതെല്ലാം അനങ്ങാൻ വയ്യ. അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ എടുക്കുന്നതിന് അടുത്ത ആളിനോട് വിളിച്ച് വെച്ചാൽ അറിയാം ബാക്കി കാര്യങ്ങൾ. ഇനി ഒരാളുണ്ടേ, അവനോട് ചോദിച്ചു നോക്കട്ടെ. ഞാൻ ഒരു സ്പെഷ്യൽ സാധനം തരാം, കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. എന്താ വന്ന് അറിയാൻ നോക്കണം, എങ്ങനെയുണ്ടെന്ന് പറയണം. അതല്ല മറ്റേ എടുക്കാറും പൊളിച്ചെടുക്കാം, മറ്റേ കഴിച്ചോണ്ടെന്ന്. നീ അവിടെ ഇരി, നിന്നെ കാണണ്ടായേ. ഇങ്ങനെയുണ്ട്. എന്താ സാധനം മനസ്സിലായോ? മധുരമുള്ളു, വേറെ ഒന്നും അറിയുന്നില്ല. അതാണ് കപ്പ അട. കപ്പയാണ് അതിനകത്ത്, കപ്പ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മധുരം ചേർത്തോണ്ടാണ് അതറിയാത്തത്. കൊള്ളാമല്ലോ. ആ മധുരം വന്നിട്ടാ, മധുരം ഇച്ചിരി തേങ്ങായും ശർക്കരയും ചേർക്കണം, വേറെ ഒന്നും അതിന് പ്രത്യേകിച്ച് ചേർത്തില്ല. നെയ്യും ഏലക്കാപ്പൊടിയൊക്കെ വേണം ചേർക്കാം, അപ്പം അതിൻ്റെ ടേസ്റ്റ് വേറെ ആവും. അതുകൊണ്ട് അതിനൊന്നും ചേർത്തില്ല, ഇത് മാത്രമേ ചേർത്തുള്ളൂ. ഇച്ചിരി ഗോതമ്പൊടി ചേർത്ത് കപ്പയ്ക്ക് മുറുക്കും കിട്ടാൻ, അത്രേ മാത്രമേ ചെയ്തുള്ളൂ. അതിൻ്റെ അഭിപ്രായം കേട്ടല്ലോ. കപ്പയുടെ ടേസ്റ്റ് ഇല്ല, കപ്പയുടെ ടേസ്റ്റ് ഇല്ലാത്ത അതിന് ഇതിന് മതിയായോ? നീ എടുത്തോ അത്. അപ്പം അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സമയമുള്ളവരെ കപ്പ ഉള്ളപ്പോൾ, കപ്പ ഇപ്പം എപ്പോഴും കിട്ടുന്ന സാധനമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സാധനമാണ്, 4 മണിക്ക് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. ഇനി പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നവരേക്കും ബൈ ബൈ.